ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം മോഹനൻ നായരാണ്. BJP-ക്കാർക്ക് പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് നിമിഷങ്ങൾക്കകം പഠിപ്പിച്ചു കൊടുത്ത മോഹനൻ നായർ. മോഹനൻ നായരെ പഠിപ്പിക്കാൻ വന്ന BJP-ക്കാർ കണ്ടം വഴിയോടിയ കഥയാണ് VD സതീശൻ MLA പ്രസംഗത്തിലൂടെ തുറന്നു പറഞ്ഞത്. തിരുവനന്തപുരത്തെ വഞ്ചിയൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. വഞ്ചിയൂരിലെ മോഹനൻ നായരുടെ വീട്ടിൽ കയറി പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് BJP-ക്കാർ ശ്രമിച്ചത്. അങ്ങനെ വീട്ടിലെത്തുന്നു. മോഹനൻ നായർ പുറത്തേക്ക് വരുന്നു. ഉടൻ തന്നെ മോഹനൻ നായർ ചോദിക്കുന്നു, എന്തിനാണ് വന്നത്? BJP-ക്കാർ പറയുന്നു, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനും അതിനെക്കുറിച്ച് ഒന്ന് ബോധവൽക്കരിക്കാനുമാണ് ഞങ്ങൾ വന്നതെന്ന് BJP-ക്കാർ പറയുന്നു. മോഹനൻ നായർ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ബ്രാഹ്മണന്മാരുണ്ടോ എന്ന്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു, ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നായന്മാരുണ്ടോ? അപ്പോൾ ചില ആളുകൾ മുന്നോട്ട് വന്ന് പറയുന്നു, ഞങ്ങൾ നായന്മാരാണ്. മോഹനൻ നായർ ഉടൻ തന്നെ ഒരു മറുപടി കൊടുക്കുന്നു, നായന്മാരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരൂ, മറ്റുള്ളവരൊക്കെ പുറത്ത് നിന്നാൽ മതി എന്ന്. ഉടൻ തന്നെ BJP-ക്കാരിലെ മറ്റു ചിലർ ചോദിക്കുന്നു, അല്ല മോഹനൻ നായരെ, നിങ്ങൾ എന്തിനാണ് നായന്മാരെ മാത്രം അകത്ത് കയറ്റി ഞങ്ങളെ പുറത്തിറക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഇതാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ അമിത്ഷയും കൂട്ടരും ചെയ്തിട്ടുള്ളത്. നിങ്ങളെ പുറത്ത് നിർത്തിയപ്പോൾ നിങ്ങൾക്ക് വിഷമമായില്ലേ? അതേപോലെയാണ് മുസ്ലിം സമുദായത്തെ പുറത്ത് നിർത്തിയപ്പോൾ അവർക്കും വേദനയുണ്ടായത്. ഇത് VD സതീശൻ MLA ഒരു പരിപാടിയിൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞതാണ്. മോഹനൻ നായർക്ക് അദ്ദേഹം ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു. ഞങ്ങളും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമം. നമ്മളൊക്കെ ഈ രാജ്യത്ത് ഒരേപോലെ തോളോട് തോൾ ചേർന്ന് നിന്ന് മതേതരത്വം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീട്ടിൽ കയറണ്ട, നിങ്ങൾ പുറത്തു പോയിക്കോളൂ എന്ന് പറയുന്നതിന് സമാനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ BJP-യുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും പരിപൂർണമായും 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിലേക്ക് പൊതുജനങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നതാണ് അവർ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യം. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് കൃത്യമായി പൗരത്വ ഭേദഗതി നിയമത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. BJP-ക്കാർ അതിനെ എങ്ങനെ വളച്ചൊടിച്ചു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അവർക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ടാകില്ല. കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഓരോ മോഹനൻ നായന്മാർ ജനിച്ചുകൊണ്ടേയിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.